ആണ് വർക്ക് ചെയ്യുന്നത്. തിരിഞ്ഞ് നടന്ന സമയത്ത് അങ്ങനെ കാണാൻ ആർട്ടിഫിഷ്യൽ അങ്ങനെയല്ല ഇഗ്ലീഷ് പൈപ്പ് ലൈൻ ഇൻസ്പെക്ഷൻ ആൻഡ് സർവീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് കിംഫ്ര. എനിക്ക് കിംഫ്ര കിട്ടുന്നില്ലടി. ഹായ്, ഐ എം ദിൽന. ഹായ്, എൻ്റെ പേര് ആദിത്യ. ഞങ്ങൾ രണ്ടുപേരും ഡാറ്റ അനലിറ്റിക്സ് കോഴ്സായിരുന്നു ഇവിടെ പഠിച്ചത്. ഞങ്ങൾ പ്ലേസ്ഡ് ആയിരിക്കുന്നത് വിഗേജ് പൈപ്പ് ലൈൻ ഇൻസ്പെക്ഷൻ ആൻഡ് സർവീസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ്. കിംഫ്ര ഹൈടെക് പാർക്കിലാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഒരു കോഴ്സാണ് പഠിച്ചിരുന്നു, എന്നിട്ട് അറിഞ്ഞില്ല ഒരേ കമ്പനിയിലെ പ്ലേസ്ഡ് അറിഞ്ഞില്ല. അപ്പൊ എങ്ങനെ അവിടെ പോയിട്ട് എങ്ങനെ? ഞാൻ വരുന്നേക്കാൾ മുമ്പ് ആൾ ഓൾറെഡി കമ്പനിയിൽ വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ സെയിം ജോയിൻ ഡേറ്റ് ഒക്കെ സെയിം തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ CEO ആയിട്ട് സംസാരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ആളിങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് നിങ്ങൾ കണ്ടു. നീയോ നിന്നെ എവിടെയോ അതേപോലെ. ആക്ച്വലി ഞാൻ ജോയിൻ ചെയ്ത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു കമ്പനിയാണെന്ന് കണ്ടു, നല്ല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണെന്ന് കണ്ടു. സോ അങ്ങനെ വന്നിട്ട് ജോയിൻ ചെയ്തതാണ്. ആൻഡ് ഇവിടെ ഞാൻ എൻക്വയറി ഒക്കെ ചെയ്തായിരുന്നു. MEM ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആൾ നല്ലപോലെ കോഴ്സിനെയൊക്കെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ബാക്ക്ഗ്രൗണ്ടേ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. BSc ബോട്ടണി എടുത്തിരുന്നു. ശേഷം ഞാൻ ഒരു IT ഫീൽഡിലേക്ക് സ്വിച്ച് ചെയ്യാമെന്നാണ് കരുതിയത്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചു. ഡാറ്റ അനലിസ്റ്റ് നല്ലൊരു കോഴ്സാണെന്ന് കണ്ടു. സോ അഫോർഡബിൾ റേറ്റിൽ എവിടെയാണ് ഈ ഒരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് തപ്പിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ചൂസ് ടെക്കോളാസ്. ഭയങ്കര അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ നമ്മുടെ രാഹുൽ സാർ ആള് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓൾസോ വിപിൻ സാർ നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടുന്ന് ഇറങ്ങിയിട്ടാണെങ്കിലും അവര് ഭയങ്കരമായിട്ട് ഫോളോ അപ്പ് ചെയ്ത് നമ്മളെ ജോലിക്ക് അങ്ങ് കയറ്റണം. നമുക്ക് താല്പര്യമില്ലെങ്കിൽ കൂടി കയറ്റണം. അതായിരുന്നു അവരുടെ ഫസ്റ്റ് തന്നെ ഞങ്ങൾക്കാന്ന് തോന്നുന്നു പ്ലേസ്മെന്റ് വർക്ക്ഷോപ്പ് ഒക്കെ കിട്ടിയത്. ആൻഡ് അത് എൻ്റേർലി നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. അത്രയും നാളും കിട്ടിയ ട്രെയിനിങ്ങിനേക്കാളും നല്ല ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ നല്ലപോലെ നമ്മുടെ കോൺഫിഡൻസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗെയിംസ് ത്രൂ ആണ് അവർ കൂടുതൽ പഠിപ്പിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ക്യാച്ച് ചെയ്യാൻ പറ്റി. കൂടുതലും ഈ മോക്ക് കൂടുതലും ഉള്ളത് കൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയത്. ആദ്യമൊക്കെ വന്ന സമയത്ത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ടാസ്ക് ആയിട്ട് തോന്നുന്നു. മലയാളത്തിൽ നിന്ന് സംസാരിക്കും, പക്ഷേ ഇംഗ്ലീഷിൽ എനിക്ക് അങ്ങനെ ഒരാളെ കാണുമ്പോൾ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ പിന്നെ മോക്ക് ഒക്കെ അറ്റൻഡ് ചെയ്ത് സെൽഫ് ഇൻട്രോ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടാണ് പിന്നെ അതിലൊരു ഭയങ്കര പ്രൊഫഷണലായത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 hours ആണ് നമുക്ക് ക്ലാസ്സസ് വരുന്നത്. പക്ഷേ ഞാനൊക്കെ ആണെങ്കിൽ ആഫ്റ്റർനൂൺ വരെ ഇരിക്കും, ആഫ്റ്റർനൂൺ കഴിഞ്ഞിട്ടിരിക്കും. ബിക്കോസ് നമ്മുടെ ട്രെയിനേഴ്സൊക്കെ നമുക്ക് എക്സ്ട്രാ ടൈം പഠിപ്പിക്കാനൊരു റെഡിയാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇരുന്ന് തറോ ലേണിങ് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ബിക്കോസ് ഞാൻ എക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ എനിക്ക് ടെക്നിക്കലി കൂടുതൽ അറിയില്ല. അപ്പോൾ ഞാൻ എക്സ്ട്രാ ടൈം ഇട്ട് നമ്മൾ എക്സ്ട്രാ ഇടുന്ന അനുസരിച്ച് നമ്മുടെ ട്രെയിനേഴ്സും നമുക്ക് വേണ്ടിയിട്ട് സപ്പോർട്ടിന് വരുന്നുണ്ട്. ഓവറോൾ ടെക്നോളജി ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ.